ആര്യ ബഡായിയുടെയും രോഹിത്തിന്റെയും മകൾ റോയയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നതും. 13 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് റോയയ്ക്ക്. നിരവധി പേരായിരുന്നു റോയയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. തന്റെ മകൾക്ക് വേണ്ടി വലിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു ആര്യ പിറന്നാൾ ദിവസം ഒരുക്കിയത്. ഇപ്പോൾ അതിന്റെയൊക്കെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ്. തൊട്ടു പിന്നാലെ താരത്തിന്റെ മകളുടെ പിറന്നാൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രോഹിത് എത്തിയിരുന്നോ എന്നാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത്. തന്റെ മകൾ റോയയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അച്ഛനായ രോഹിത്തും എത്തിയിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിരുന്നു എന്നും പറയുന്നു. ആര്യ തന്റെ മകളുടെ പിറന്നാൾ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. എൻ്റെ മകൾ പിറന്ന ദിവസമാണിന്ന്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാഞ്ചീവരം തുടങ്ങണമെന്നുള്ളത്. ഇതേ ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ ആ സ്വപ്നവും നിറവേറ്റിയത്. കാഞ്ചീവരം തുടങ്ങിയതും ഇതേ ദിവസം തന്നെയാണ്. എൻ്റെ മകളോടൊപ്പം തന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒന്നാണ് എൻ്റെ കാഞ്ചീവരം. എൻ്റെ മൂത്ത മകളായിട്ട് കാണുന്നത് റോയയെ തന്നെയാണ്. രണ്ടാമത്തെ മകൾ കാഞ്ചീവരവും. കാഞ്ചീവരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എൻ്റെ മകൾ ജനിച്ച ഈ ദിവസം തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതേ ദിവസം കാഞ്ചീവരം തുടങ്ങണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം പൂവണിയുകയും ചെയ്തു. എൻ്റെ രണ്ടാമത്തെ മകളും കുഞ്ഞും ഇന്ന് വളരെയധികം വളർന്നിരിക്കുന്നു. എല്ലാവരുടെയും അടുക്കലേക്കും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് അറിയുന്നുണ്ട്. കാഞ്ചീപുരം ഇന്ന് കേരളത്തിലെ തന്നെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. കേരളത്തിന് പുറത്തോട്ടും എത്തുന്നുണ്ട്. എല്ലാം എൻ്റെ ഭാഗ്യം തന്നെയാണ്. എൻ്റെ രണ്ടു മക്കളും ഈ ദിവസം നന്നായി തന്നെ ഇരിക്കട്ടെ, ഈ ദിവസം എൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും കുറിക്കുകയായിരുന്നു എന്നായിരുന്നു ആര്യ കുറിച്ചത്. ആര്യയുടെ കുറിപ്പ് കണ്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്. നിങ്ങളൊരു സിംഗിൾ മദർ ആണ് എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ മകളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് മകളുടെ അച്ഛൻ കൂടെയുണ്ട്. റോയയുടെ പിറന്നാൾ ദിവസം ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് റോയയുടെ അച്ഛൻ രോഹിത്തും എത്തിയിരുന്നു. അത് ആരാധകർ ഏറെ ശ്രദ്ധിച്ചു. തന്റെ മകൾക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിച്ചതിന് ശേഷമാണ് രോഹിത്ത് പോയത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ആര്യ ബഡായി. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് മിനി സ്ക്രീൻ രംഗത്ത് ആര്യ ശ്രദ്ധ നേടിയത്. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 2 ആര്യ ബഡായി എത്തിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 2 വിന്നറാകാൻ വളരെയധികം സാധ്യതയുണ്ടായിരുന്നു ആര്യയ്ക്കും. എന്നാൽ ബിഗ് ബോസ് അന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ചെയ്തത്. കൊറോണ കാലഘട്ടമായിരുന്നു അന്ന്. ബിഗ് ബോസിലൂടെയും ബഡായി ബംഗ്ലാവിലൂടെയുമാണ് ആര്യയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. പിന്നീട് സിനിമകളിലും സീരിയലിലുമൊക്കെയായി ആര്യ വീണ്ടും ശ്രദ്ധ നേടാറുണ്ട്. അവതാരകയായിട്ടാണ് ആര്യയെ കൂടുതലും മലയാളികൾക്ക് പരിചയം. അവതാരകയായിട്ടും മിനി സ്ക്രീൻ രംഗത്തും ബിഗ് സ്ക്രീൻ രംഗത്തും ആര്യ ബഡായി സജീവ സാന്നിധ്യം തന്നെയാണ്. ആര്യ ബഡായിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.